ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിസൈൻ കൺസെപ്റ്റ്, ഡിസൈൻ ഫേസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. മോഡ്യൂൾ 3 നെക്സ്റ്റ് പോർഷൻ ഡിസൈൻ പ്രിൻസിപ്പിൾസ്. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മോഡുലാരിറ്റി, അതുപോലെ ഇൻ്റർഫേസസ്, ആർക്കിടെക്ചർ, കമ്പോണൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഡിസൈൻ ഫേസിൽ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളത് എഗെയിൻ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഡിസൈൻ പ്രിൻസിപ്പിൾസ്. ദ ഡിസൈൻ പ്രോസസ് ഷുഡ് നോട്ട് സഫർ ഫ്രം ടണൽ വിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഗുഡ് ഡിസൈനർ ഷുഡ് കൺസിഡർ ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ്. അതായത് നമ്മൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് വന്നു കഴിയുമ്പം അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാതെ വേറെ മെത്തേഡും കൂടെ, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സും കൂടെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പം ഷുഡ് നോട്ട് സഫർ ഫ്രം ടണൽ വിഷൻ. The next is a design should be traceable to the analysis model. അപ്പം പറഞ്ഞു എപ്പോഴും നമ്മൾ ഡിസൈനിങ് ഫേസിലോട്ട് പോകുന്നത് അനലൈസിസ് SRSനെ ബേസ് ചെയ്തിട്ട്, റിക്വയർമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഷുഡ് ബി ട്രേസബിൾ ടു ദി അനലൈസിസ് മോഡൽ. ദ ഡിസൈൻ ഷുഡ് നോട്ട് റീഇൻവെൻറ്റ് ദ വീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടൈം ഈസ് ഷോർട്ട് ആൻഡ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, ഹെൻസ് യൂസ് വെൽ ടെസ്റ്റഡ് ആൻഡ് റീയൂസബിൾ സോഫ്റ്റ്വെയർ കമ്പോണൻസ്. അപ്പം നമുക്ക് എന്താ പറയുക, ടൈം പീരീഡ് വളരെ ഷോർട്ടായിരിക്കും, അതുപോലെ റിസോഴ്സസ് ലിമിറ്റഡ് റിസോഴ്സസ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. സോ ആ ടൈം പീരീഡിനുള്ളിൽ ലിമിറ്റഡ് റിസോഴ്സസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്, അതായത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദ ഡിസൈൻ ഷുഡ് മിനിമൈസ് ദ ഇൻ്റലക്ച്വൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സോഫ്റ്റ്വെയർ ആൻഡ് ദി പ്രോബ്ലം ആസ് ഇറ്റ് എക്സിസ്റ്റ് ഇൻ ദി റിയൽ വേൾഡ്. അപ്പം മിനിമൈസ് ദ ഇൻ്റലക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസാണ് ആക്ച്വലി സോഫ്റ്റ്വെയർ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ മിനിമൈസ് ദ റിലേഷൻ അല്ല ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സോഫ്റ്റ്വെയർ ആൻഡ് ദി പ്രോബ്ലം. അപ്പം നമ്മുടെ റിയൽ വേൾഡ് പ്രോബ്ലം എന്താണോ അതിനെ നമ്മൾ എന്താ പറയുക, ഈസിയാക്കുക. അതായത് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ല മാനുവലായിട്ട് ചെയ്യുന്നതിന് പകരം സിസ്റ്റമാറ്റിക്കലി ചെയ്യുക എന്നുള്ളത്. അപ്പം അത് വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർസൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഡിസൈൻ ഷുഡ് എക്സിബിറ്റ് ദ ഡിസൈൻ ഓക്കെ ദ ഡിസൈൻ ഷുഡ് എക്സിബിറ്റ് യൂണിഫോമിറ്റി ആൻഡ് ഇൻറ്റഗ്രേഷൻ. എന്താണ്? ഡിസൈൻ ഈസ് യൂണിഫോം ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് വൺ പേഴ്സൺ ഡെവലപ്പ് ദി ഹോൾ തിങ്. ഓക്കെ, അപ്പോൾ യൂണിഫോമിറ്റി അച്ചീവ് ചെയ്യണം എന്നുള്ളതാണ്, യൂണിഫോമിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ദ നെക്സ്റ്റ് ഈസ് ദ ഡിസൈൻ ഷുഡ് ബി സ്ട്രക്ചർ ടു അക്കോമഡേറ്റ് ചേഞ്ച്. അതായത് നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ അതൊരിക്കലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ റീഡിസൈനിങ്ങിലോട്ടൊന്നും പോകാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്കമിങ് മോഡിഫിക്കേഷൻസ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്സ് ഷുഡ് നോട്ട് ലീഡ് ടു ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഓർ റീഡിസൈൻ ഓഫ് സോഫ്റ്റ്വെയർ. നമുക്ക് മേ ബി നമ്മൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കാം കുറച്ചും കൂടെ ചേഞ്ചസ് അല്ലെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുന്നത്. സോ അതൊരിക്കലും ഒരു റീഡിസൈൻ ഓഫ് സോഫ്റ്റ്വെയറിലോട്ട് പോകാൻ പാടില്ല. ദ ഡിസൈൻ ഷുഡ് ബി സ്ട്രക്ചർഡ് ടു ഡിഗ്രേഡ് ജെന്റ്ലി even when aberrant data events or operating conditions are encountered. Okay, അപ്പം നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് അപ്രോപ്രിയേറ്റ് മെസ്സേജസും പ്രോഗ്രസ് ബാഗ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡിസൈൻ ഈസ് നോട്ട് കോഡിങ്, കോഡിങ് ഈസ് നോട്ട്. ഒരിക്കലും ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്ചർ റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. എന്തെല്ലാം കമ്പോണൻസ്, എന്തെല്ലാം കാര്യങ്ങളൊക്കെ നമുക്കതിനകത്ത് വേണം ഡ്യൂറിങ് കോഡിങ് ടൈം എന്നുള്ളത് മാത്രമാണ് സ്പെസിഫൈ ചെയ്യുക. സോ ഡിസൈൻ ഈസ് നോട്ട് കോഡിങ്, അതുപോലെ തന്നെ കോഡിങ് ഈസ് നോട്ട് ഡിസൈൻ. ദ ഡിസൈൻ ഷുഡ് ബി ആക്സസ്ഡ് ഫോർ ക്വാളിറ്റി ആസ് ഇറ്റ് ഈസ് ബീങ് ക്രിയേറ്റഡ്, നോട്ട് ആഫ്റ്റർ ദി ഫാക്ട്. ദ ഡിസൈൻ ഷുഡ് ബി റിവ്യൂഡ് ടു മിനിമൈസ് കൺസെപ്ച്വൽ എറേഴ്സ്. അപ്പം നമ്മൾ ചെയ്യുന്ന ടൈമിലെല്ലാം കസ്റ്റമേഴ്സും ഡിസൈനേഴ്സും ഒക്കെ ഓരോ റിവ്യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. സോ ഫോർ അവോയ്ഡിങ് എറേഴ്സ്. അപ്പം ഡിസൈൻ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ദെൻ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഫോർ ഡിസൈൻ എന്തൊക്കെയാണ്? അബ്സ്ട്രാക്ഷൻ, ആർക്കിടെക്ചർ, പാറ്റേൺസ്, മോഡുലാരിറ്റി, ഇൻഫർമേഷൻ ഹൈഡിങ്, ഫങ്ഷണൽ ഇൻഡിപെൻഡൻസ്, റിഫൈൻമെൻറ്റ്, റീഫാക്ടറിങ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതിനെ ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. അബ്സ്ട്രാക്ഷനൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇൻഫർമേഷൻ ഹൈഡിങ്, അബ്സ്ട്രാക്ഷൻ ഡേറ്റ ആയാലും നമ്മൾ പല ടൈപ്പ് ഓഫ് അബ്സ്ട്രാക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് എവിടെയൊക്കെ, അതായത് നമ്മൾ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പം മോഡ്യൂളിൽ ഇൻസൈഡ് നിൽക്കേണ്ട കാര്യങ്ങൾ ഇൻസൈഡ് മാത്രം ചെയ്യുക, ഔട്ട്സൈഡിലോട്ട് പോകേണ്ട കാര്യങ്ങൾ മാത്രം പബ്ലിക് ആക്കി കൊടുക്കുക. സോ അബ്സ്ട്രാക്ഷൻ, ടൈപ്സ് ഓഫ് അബ്സ്ട്രാക്ഷൻ, പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻ, എ നെയിംഡ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഹാസ് എ സ്പെസിഫിക് ആൻഡ് ലിമിറ്റഡ് ഫങ്ഷൻ. അപ്പം ഇൻസൈഡ് ദ ഫങ്ഷൻ നമ്മൾ
അതിനെ ലിമിറ്റ് ചെയ്യുകയാണ് പ്രൊസീജിയറൽ അബ്സ്ട്രാക്ഷൻ ചെയ്യുന്നത്. വേർഡ് ഓപ്പൺ ഫോർ എ ഡോർ. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട്, അതായത് ഓപ്പൺ ചെയ്യുക, ഡോർ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ എന്നതിന് പല മീനിങ് ഉണ്ടാകും. പക്ഷേ ആ സിംഗിൾ ടേമിൽ തന്നെ നമ്മളതിനെ നിർത്തിയിരിക്കണം. ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല പർപ്പസ്, നമുക്ക് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഡോർ ഓപ്പൺ ചെയ്യാം. പക്ഷേ അതൊന്നൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യും. എന്തിനു വേണ്ടി ഓപ്പൺ ചെയ്യുന്നു എന്നുള്ളതൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. പക്ഷേ ജസ്റ്റ് ഓപ്പൺ. Okay, that is procedural abstraction. Data abstraction, a named collection of data that it describes a data objects. Data abstraction for door would be a set of attributes that it describes the door. ഓക്കെ, അപ്പം ഡേറ്റയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് അല്ലെ ആട്രിബ്യൂട്ട്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. എക്സാമ്പിൾ ഡോട്ട് ടൈപ്പ്, സ്വിങ് ഡയറക്ഷൻ, വെയ്റ്റ്, ഡയമെൻഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡേറ്റ അബ്സ്ട്രാക്ഷനിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ. ഇസ് ദ തേർഡ് ഫോം ഓഫ് അബ്സ്ട്രാക്ഷൻ യൂസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ ഡിസൈൻ. ലൈക്ക് പ്രൊസീജിയറൽ ആൻഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഇംപ്ലൈസ് പ്രോഗ്രാം കൺട്രോൾ മെക്കാനിസം വിത്തൗട്ട് സ്പെസിഫൈങ് ഇൻറ്റേർണൽ ഡീറ്റെയിൽസ്. അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡിങ് ആണ്, അതായത് ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യുകയാണ്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ റിവീൽ ചെയ്യാൻ പാടുള്ളൂ. സോ അതുപോലെ തന്നെയാണ് നമ്മൾ ഡേറ്റയുടെയും പ്രൊസീജിയറിൻ്റെയും കേസ് പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ അബ്സ്ട്രാക്ഷനും വരുന്നത്. കൺട്രോൾ മെക്കാനിസംസ് നമ്മൾ പബ്ലിക് ആക്കാവുന്ന കാര്യങ്ങൾ മാത്രം, അതായത് ഇൻറ്റേർണൽ അതിൻ്റെ കാര്യങ്ങളൊന്നും, ഇൻറ്റേർണൽ ആർക്കിടെക്ചർ അതെങ്ങനെ വർക്ക് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല. ആൻ എക്സാമ്പിൾ ഓഫ് എ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഈസ് ദി സിങ്ക്രണൈസേഷൻ സെമാഫോർ യൂസ് ടു കോർഡിനേറ്റ് ആക്ടിവിറ്റീസ് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ സിങ്ക്രണൈസേഷൻ സെമാഫോർ എന്ന് പറഞ്ഞാൽ മ്യൂടെക്സ്, നമ്മൾ 1 ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, എൻ്റർ ചെയ്യാം, 0 ആണെങ്കിൽ റീസെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അതിന് പക്ഷേ ആക്ച്വലി അതിൻ്റെ ഇൻസൈഡ് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ നോക്കാറില്ല. പക്ഷേ ഇന്ന ആക്ടിവിറ്റീസ് എൻ്റർ ചെയ്യാനും എന്താണ് എക്സിറ്റ് ആവാനും ഇന്ന സെറ്റ് ഓർ റീസെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് മാത്രമാണ് കൺട്രോൾ അബ്സ്ട്രാക്ഷൻ്റെ കേസസിൽ വരുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സെമാഫോർ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അബ്സ്ട്രാക്ഷൻ പറഞ്ഞു. നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റിഫൈൻമെൻ്റ് ആണ്. റിഫൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് എലാബറേഷൻ, അതായത് നമ്മൾ എന്താ പറയുക, ഇംപ്യൂരിറ്റീസ്, നമ്മൾ ഇതിനകത്ത് എറേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാക്സിമം റിഫൈൻ ചെയ്യുക, അവോയ്ഡ് ചെയ്ത് അതിനെ എലിമിനേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് റിഫൈൻമെൻറ്റും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫംഗ്ഷൻ, ഡിഫൈൻ അറ്റ് ദ അബ്സ്ട്രാക്ട് ലെവൽ, ഡികമ്പോസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫംഗ്ഷൻ ഇൻ എ സ്റ്റെപ്പ് വൈസ് ഫാഷൻ അണ്ടിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റീച്ച്ഡ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റിഫൈൻമെൻറ്റ്. ഓക്കെ, നമ്മൾ ഇംപ്യൂരിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് കറക്റ്റായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുക എന്നുള്ളതാണ് റിഫൈൻമെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അബ്സ്ട്രാക്ഷൻ ആൻഡ് റിഫൈൻമെൻറ്റ് ആർ കോംപ്ലിമെൻ്ററി കൺസെപ്റ്റ്. ഓക്കെ, സപ്രസ് ലോ ലെവൽ ഡീറ്റെയിൽസ്, റിവീൽ ലോ ലെവൽ ഡീറ്റെയിൽസ്. അപ്പം നമ്മൾ അബ്സ്ട്രാക്ഷനിൽ ഹൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആക്ച്വലി. പക്ഷേ റിഫൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂരിറ്റീസ്, എറേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളതിനെ പ്രോസസ്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നെക്സ്റ്റ് ഈസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഡിസൈൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മോഡുലാരിറ്റി. അപ്പം മോഡുലാരിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്രോച്ച്, അതായത് നമ്മുടെ എൻറ്റയർ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമ്മളതിനെ സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദിസ് കൺസെപ്റ്റ് സോഫ്റ്റ്വെയർ ഈസ് ഡിവൈഡഡ് ഇൻ ടു സെപ്പറേറ്റ്ലി നെയിംഡ് ആൻഡ് അഡ്രസ്സബിൾ കമ്പോണൻസ് കോൾഡ് മോഡ്യൂൾസ്. Okay, above follows divide and conquer concept. A complex problem is broken down into several manageable pieces. ഓക്കെ, അപ്പം അതായത് P1 P2 2 പ്രോബ്ലംസ് ആണ്, E1 E2 ആണ്. അത് സോൾവ് ചെയ്യാനുള്ള എഫേർട്ട് എങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് P1 ഗ്രേറ്റർ ദാൻ അല്ല കോഡ്സ് ഓഫ് P1 ഗ്രേറ്റർ ദാൻ കോഡ്സ് P2 ആണെങ്കിൽ എഫേർട്ട് P1 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ P2 ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ മോഡുലാരിറ്റി എപ്പോഴും അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ സോഫ്റ്റ്വെയറിനെ എന്താണ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 5 criteria to evaluate a design method with respect to its modularity. 5 criteria ഉണ്ട്. ഫസ്റ്റ് വൺ, മോഡുലാർ അണ്ടർസ്റ്റാൻഡബിലിറ്റി. അപ്പം മോഡ്യൂൾ ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ ആസ് എ സ്റ്റാൻഡ് അലോൺ യൂണിറ്റ്, നോ നീഡ് ടു റെഫർ ടു അതർ മോഡ്യൂൾസ്. അപ്പോൾ ഒരു സിംഗിൾ മോഡ്യൂൾ കണ്ടാൽ ആ മോഡ്യൂൾ എന്ത് ഫംഗ്ഷൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡീഷന് വേണ്ടി നമ്മളൊരു മോഡ്യൂൾ എഴുതുവാണ്. ഓക്കെ, അപ്പം നമുക്കത് കണ്ടാൽ മനസ്സിലാവണം, ഡിസൈനേഴ്സിന് കണ്ടാൽ മനസ്സിലാവണം ഇത് നമ്മൾ ഫോർ അഡീഷൻ ഓപ്പറേഷന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്ന മോഡ്യൂളാണ്. അപ്പം നമുക്ക് വേറെ ഒരു റെഫറൻസ് ഇല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റണം. ദ നെക്സ്റ്റ് ഈസ് modular continuity. If small changes to the system requirements result in changes to individual modules rather than system-wide changes, the impact of side effects will be minimized. നമ്മളിപ്പം മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വന്നു, അപ്പോൾ നമ്മൾ ഒരു മോഡ്യൂളിൽ ചേഞ്ച് ചെയ്ത് അതിനെ റിലേറ്റ് ചെയ്തിട്ട് വേറെ മോഡ്യൂൾസ് ഉണ്ടെങ്കിൽ
അത് അഫക്റ്റ് ചെയ്യരുത്, ഒരു കംപ്ലീറ്റ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം ഇമ്പാക്റ്റ് ഓഫ് സൈഡ് എഫക്ട്സ് വിൽ ബി മിനിമൈസ്ഡ്. Modular protection. If an error occurs within a module, then those errors are localized and not spread to other modules. Modular protection inside module. നമ്മൾ എറേഴ്സ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു മോഡ്യൂളിലാണ് എറർ ഡിറ്റക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് ആ മോഡ്യൂളിന് ഇൻസൈഡ് തന്നെ നമുക്ക് സോൾവ് ചെയ്ത് അവിടെ തന്നെ നിൽക്കണം. അത് സ്പ്രെഡ് ചെയ്യാൻ, അതായത് അതർ മോഡ്യൂൾസിലോട്ടൊന്നും അത് പോകാൻ പാടില്ല. നോട്ട് സ്പ്രെഡ് ടു അതർ മോഡ്യൂൾസ്. ദെൻ നെക്സ്റ്റ് ഈസ് മോഡുലാർ കോമ്പസബിലിറ്റി. ഓക്കെ, ഡിസൈൻ മെത്തേഡ് ഷുഡ് എനേബിൾ റീയൂസ് ഓഫ് എക്സിസ്റ്റിംഗ് കമ്പോണൻറ്റ്സ്. അപ്പോൾ റീയൂസിങ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. മോഡുലാർ ഡീകമ്പോസബിലിറ്റി എന്താണ്? കോംപ്ലക്സിറ്റി ഓഫ് ദ ഓവറോൾ പ്രോബ്ലം ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇഫ് ദ ഡിസൈൻ മെത്തേഡ് പ്രൊവൈഡ്സ് എ സിസ്റ്റമാറ്റിക് മെക്കാനിസം ടു ഡീകമ്പോസ് എ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലം. അപ്പം നമ്മൾ ഓവറോൾ പ്രോബ്ലം, കോംപ്ലക്സിറ്റി ഓഫ് ഓവറോൾ പ്രോബ്ലം ക്യാൻ ബി എങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? സിസ്റ്റമാറ്റിക് മെക്കാനിസം ടു ഡീകമ്പോസ് എ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഓവറോൾ പ്രോബ്ലത്തിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മോഡുലാരിറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഹൈറാർക്കിയാണ്. കൺട്രോൾ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ആർക്കിടെക്ചറൽ ഡിസൈൻ, അതായത് മോഡ്യൂൾസ് പറഞ്ഞാൽ മോഡ്യൂൾസിനെ സബ് മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഏത് ലെവൽ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡെപ്ത് ആൻഡ് വിഡ്ത്ത്. നമുക്ക് മാക്സിമം ഓരോ പ്രോബ്ലം നമുക്ക് സ്മോൾ സൈസ്, നമുക്ക് ഒരു മോഡ്യൂളായിട്ട് കൺസ്ട്രക്ട് ചെയ്യാവുന്ന രീതിയിൽ എത്തുന്നിടം വരെ, മാനേജബിൾ ആകുന്ന രീതി വരെ നമ്മളിതിനെ ഡീകമ്പോസ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് സബ് പ്രോബ്ലംസ് ആക്കിയാണ് വെക്കുന്നത് എൻറ്റയർ പ്രോബ്ലത്തിന്. അപ്പോൾ അതിന് കൺട്രോൾ ഹൈറാർക്കി, കൺട്രോളിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതി ചെയ്യാം, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഓക്കെ, അപ്പോൾ കൺട്രോൾ ഹൈറാർക്കി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓൾസോ കൊടുത്തിട്ടുണ്ട്. ഓൾസോ കോൾഡ് പ്രോഗ്രാം സ്ട്രക്ചർ. നമ്മളൊരു ട്രീ പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതായത് നമ്മൾ ഡിവിഷനാണല്ലോ, എൻറ്റയർ സിസ്റ്റത്തിനെ നമ്മൾ മോഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ആർക്കിടെക്ചർ, അതായത് ഒരു ട്രീ പാറ്റേൺ ആണ് കിട്ടുന്നത്. റെപ്രസെൻറ്റ് ദ ഓർഗനൈസേഷൻ ഓഫ് പ്രോഗ്രാം കമ്പോണൻറ്റ്സ്, ഡസ് നോട്ട് റെപ്രസെൻറ്റ് പ്രൊസീജിയർ ആസ്പെക്ട്സ് ഓഫ് സോഫ്റ്റ്വെയർ സച്ച് ആസ് ഡിസിഷൻസ്, റെപ്പറ്റീഷൻസ് എക്സെട്ര. ദെൻ നമ്മളിതിനകത്ത് ഒരു ട്രീ സ്ട്രക്ചർ ആകുമ്പോൾ ട്രീയുടേതായ ടേംസ് ഒക്കെ കാണും. ദാറ്റ് ഈസ് ഡെപ്ത്, the number of levels of control, distance between the top and bottom modules in programming control structure. ഓക്കെ, ഏത് ലെവൽ വരെ പർട്ടിക്കുലർ കൺട്രോൾ പോകണം എന്നുള്ളതാണ്. വിത്ത് സ്പാൻ ഓഫ് കൺട്രോൾ, അതിൻ്റെ വിത്ത്. ഫാൻ ഔട്ട്, number of modules that are directly controlled by another module. Fan in, how many modules directly control a given module. Fan out എന്ന് പറഞ്ഞാൽ അതർ മോഡ്യൂളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ല കൺട്രോൾ ചെയ്യുക. ദെൻ ഫാൻ ഇൻ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഹൈറാർക്കി ആണല്ലോ, അപ്പോൾ കൺട്രോളിംഗ് ആണ്. ഫാൻ ഇൻ എന്ന് പറഞ്ഞാൽ ഗിവൺ മോഡ്യൂൾ, ഇൻസൈഡ് മോഡ്യൂൾ ഡയറക്ട്ലി കൺട്രോൾ ആണ്. സൂപ്പർ ഓർഡിനേറ്റ്, മോഡ്യൂൾ ദാറ്റ് കൺട്രോൾ അനദർ മോഡ്യൂൾ. സബോർഡിനേറ്റ്, മോഡ്യൂൾ കൺട്രോൾഡ് ബൈ അനദർ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ഉണ്ടാവും. ടേംസ് നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് കൺട്രോൾ ഇൻഫർമേഷൻസ് എല്ലാം പോകുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റാണ് ഇൻഫർമേഷൻ ഹൈഡിങ്. ഇൻഫർമേഷൻ ഹൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അബ്സ്ട്രാക്ഷൻ പറഞ്ഞ പോലെ തന്നെ ഡേറ്റ ആൻഡ് പ്രൊസീജിയർ എന്താണ് അതർ മോഡ്യൂൾസിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഹൈഡിങ് ആണ്. ദറ്റ് ഈസ് ഇൻഫർമേഷൻ ഡേറ്റ ആൻഡ് പ്രൊസീജിയർ കണ്ടെയ്ൻ വിത്തിൻ എ മോഡ്യൂൾ ഷുഡ് ബി inaccessible to other modules that have no need for such information. അപ്പം അതർ മോഡ്യൂൾസ്, അതായത് പബ്ലിക് ആക്കാൻ പാടില്ല, പ്രൈവറ്റ് ആക്കി സെറ്റ് ചെയ്യുക. ഹൈഡിങ് ഡിഫൈൻസ് ആൻഡ് എൻഫോഴ്സസ് ആക്സസ് കൺസ്ട്രെയിൻസ് ടു ബോത്ത് പ്രൊസീജിയർ ഡീറ്റെയിൽ വിതിൻ എ മോഡ്യൂൾ ആൻഡ് എനി ലോക്കൽ ഡേറ്റ സ്ട്രക്ചർ യൂസ്ഡ് ബൈ ദി മോഡ്യൂൾ. ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു മോഡ്യൂളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അതർ മോഡ്യൂൾസിന് ആവശ്യമില്ലെങ്കിൽ അതിനെ ആ ലോക്കൽ ടു ദാറ്റ് മോഡ്യൂൾ, അതായത് പ്രൈവറ്റ് ആക്കി ആ മോഡ്യൂളിൽ സെറ്റ് ചെയ്യുക, അതായത് കൺസ്ട്രെയിൻസ് സെറ്റ് ചെയ്യുക. ദെൻ പബ്ലിക്കായിട്ട് ആക്സസ് ചെയ്യേണ്ടത് മാത്രമേ നമ്മൾ പബ്ലിക്കിൽ, അതർ മോഡ്യൂൾസിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പബ്ലിക്കായിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് അതാണ് ഇൻഫർമേഷൻ ഹൈഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് സ്ട്രക്ചറൽ പാർട്ടീഷനിങ്. എന്താണ് സ്ട്രക്ചറൽ പാർട്ടീഷനിങ്? ഇഫ് ദ ആർക്കിടെക്ചറൽ സ്റ്റൈൽ ഓഫ് എ സിസ്റ്റം ഈസ് ഹൈറാർക്കിക്കൽ പ്രോഗ്രാം സ്ട്രക്ചർ ക്യാൻ ബി പാർട്ടീഷൻഡ്. അതായത് നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് മോഡ്യൂൾസ് ആയിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണോ, അപ്പോൾ അതിനെ നമുക്ക് പാർട്ടീഷൻ ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക്
ഹൈറാർക്കിൽ സ്ട്രക്ചർ ആയിരിക്കും. അതിനെ പാർട്ടീഷൻ ചെയ്ത് നമുക്ക് ചെയ്യാം. അതായത് ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ്ങിനുണ്ട്, വെർട്ടിക്കൽ പാർട്ടീഷനിങ്ങിനുമുണ്ട്. അപ്പം നമ്മൾ ഹൊറിസോണ്ടൽ പാർട്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മോഡ്യൂൾ എടുക്കുകയാണ്. ആ മോഡ്യൂളിൽ നിന്ന് ലിങ്ക് ചെയ്ത് സബ് പ്രോബ്ലംസ് ആയിട്ട് വന്നിരിക്കുന്നതിനെ മാത്രം ചെയ്യുക. അതായത് അടുത്ത പാർട്ടീഷനായി, അതായത് അടുത്ത മോഡ്യൂളായിട്ട് നമുക്ക് വലിയ ഇൻട്രാക്ഷൻസ് ഒന്നും വരുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള മോഡ്യൂൾസിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് പാർട്ടീഷൻ ചെയ്യുകയാണ്. അപ്പം സെപ്പറേറ്റ് ബ്രാഞ്ചസ് ക്യാൻ ബി ഡിഫൈൻ ഫോർ ഈച്ച് മേജർ ഫങ്ഷൻ. അപ്പം ഇൻപുട്ട്, ഡേറ്റ ട്രാൻസ്ഫർമേഷൻ, ഔട്ട്പുട്ട്, അത്ര മാത്രമേ വരുന്നുള്ളൂ. അതായത് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഹൊറിസോണ്ടലി, അതായത് ഫംഗ്ഷൻ 1, ഫംഗ്ഷൻ 2, ഫംഗ്ഷൻ 3, അതായത് ആ ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ മാത്രം, അതായത് അതർ മോഡ്യൂളായിട്ട് അധികം കമ്മ്യൂണിക്കേഷനൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുമ്പം കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ടെസ്റ്റ് ചെയ്യാൻ. ഈസി ടു ടെസ്റ്റ്, ഈസി ടു മെയിൻറ്റെയിൻ, പ്രൊപ്പഗേഷൻ ഓഫ് ഫ്യൂവർ സൈഡ് എഫക്ട്സ്, ഈസി ടു ആഡ് ന്യൂ ഫീച്ചേഴ്സ്. ഓക്കെ. ദെൻ വെർട്ടിക്കൽ ആകുമ്പം എന്താണ്, നമ്മൾ ലെവൽസ് ആയിട്ടാണ് പാർട്ടീഷനിങ് വരുന്നത്. ഓക്കെ. കൺട്രോൾ ആൻഡ് വർക്ക് മോഡ്യൂൾസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടോപ്പ് ഡൗൺ. ടോപ്പ് ലെവൽ മോഡ്യൂൾസ് പെർഫോം കൺട്രോൾ ഫങ്ഷൻസ്, ലോവർ മോഡ്യൂൾസ് പെർഫോം കമ്പ്യൂട്ടേഷൻസ്, ഇൻപുട്ട്, പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്പുട്ട്. അപ്പം ഡിഫറെൻറ്റ് ലെവൽസ് ആയിട്ടാണ് അതിനെ നമ്മൾ പാർട്ടീഷനിങ് വെർട്ടിക്കൽ ആകുമ്പം ചെയ്യുന്നത്. ഓക്കെ. അപ്പം സ്ട്രക്ചറൽ കൺസെപ്റ്റ്സ്. അപ്പം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഫങ്ഷണൽ, അതായത് കൺസെപ്റ്റ്സ് ആണ്, എന്താ പറയുക, ഡിസൈനിൻ്റെ. അപ്പോൾ അബ്സ്ട്രാക്ഷൻ, പിന്നെന്താണ് മോഡുലാരിറ്റി, ഇൻഫർമേഷൻ ഹൈഡിങ്, സ്ട്രക്ചറൽ പാർട്ടീഷനിങ് ഒക്കെയാണ് നോക്കിയത്. അപ്പം ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.